1948 ജനുവരി 30 ഗാന്ധി കൊല്ലപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ RSS നിരോധിക്കപ്പെട്ടു. RSSന്റെ അതിനുള്ള പങ്ക് അല്ലെങ്കിൽ ഗാന്ധി വധത്തിലേക്ക് നയിച്ച പങ്കിനെ മുൻനിർത്തിയിട്ട് RSSനെ നിരോധിച്ചു. 1.5 വർഷം നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS. ഇന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മാത്രമല്ല, ഇതെന്തിനാണ് നിരോധിച്ചത്? ഗാന്ധിയെ പോലുള്ള ഒരാളെ കൊന്നതിന്റെ പേരിലാണ്. 1923 സവർക്കർ ഹിന്ദുത്വം എഴുതി. 1925 ആകുമ്പോഴേക്കും ആദ്യത്തെ ഒരു ഫാസിസ്റ്റ് സംഘടന എന്നുള്ള നിലയ്ക്കുള്ള RSS രൂപീകരിക്കുന്നു. ഹിന്ദു മഹാസഭ RSSന്റെ ഒരു രാഷ്ട്രീയ മുഖമായിട്ട് ആദ്യം വർദ്ധിക്കുന്നു. അതിനുശേഷം 50-51 എത്തുമ്പോഴേക്കും ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന ഹിന്ദു മഹാസഭ നിലനിൽക്കെ തന്നെ ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവുന്നു. 1980 ആയപ്പോഴേക്കും BJP ആയിട്ട് അത് പുറത്തു വരുന്നു. അത് നെഹ്റു ഒരു കാലത്തും ഈ ഗോൾവാൾക്കറെ ആകെ കണ്ടിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ട് 10 മിനിറ്റോ മറ്റോ ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു വായനയെന്ന്. ഇന്ത്യൻ ദേശീയ പതാകയെ അവർ അംഗീകരിച്ചിരുന്നില്ല. അവർ ജെറുവ ഫ്ലാഗ് ആയിരുന്നു, കാവിക്കൊടിയായിരുന്നു അവര് മുന്നോട്ട് വെച്ചിരുന്നത്. ഭരണഘടനയായിരുന്നില്ല. ഇവിടെ KN ഒക്കെ പറഞ്ഞ പോലെ മനുസ്മൃതി, സ്മൃതി, ശ്രുതി, പുരാണോക്തമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. ഈ സന്ധി സംഭാഷണം നടക്കുന്നതിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടപ്പോ സവർക്കറെ പിടിച്ച് കരുതൽ തടങ്കിലിട്ടു. എപ്പോഴൊക്കെ സവർക്കർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് അന്നൊക്കെ കത്തെഴുതിയിട്ടുണ്ട്. ഗാന്ധി വധത്തിൽ പിടിയിലായപ്പോൾ കത്തെഴുതിയിട്ടുണ്ട്, ബ്രിട്ടീഷുകാരുടെ പിടിയിലായപ്പോൾ കത്തെഴുതിയിട്ടുണ്ട്, ഈ ഡെറ്റിന്യൂ ആയിട്ട് അകത്ത് പോയപ്പോഴും കത്തെഴുതിയിട്ടുണ്ട്. ആ പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോൾ അവരാദ്യം പറയുന്നത് ഹിന്ദു എന്നുള്ള പേര് അതിൽ പാടില്ല, കാരണം ആൾക്കാർ തല്ലിക്കൊല്ലും. അവിടെ സവർക്കറുടെ വീട് ആക്രമിച്ചു. RSS നാഗ്പൂർ ഈ ഗാന്ധി വധത്തിന് ശേഷം RSSന്റെ കാര്യാലയ ആളുകൾ തല്ലി തകർത്തു. ഗോൾവാൾക്കർ വീട് തല്ലി തകർത്തു. ഭരണഘടനാപരമായ അട്ടിമറികൾ മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ മോഡി കൊണ്ടുവരുന്നതല്ല. അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും ഹിന്ദുത്വ കക്ഷികളുടെയും ഒരു വീക്ഷണത്തിന്റെ തുടർച്ചയാണ്, പ്രത്യയശാസ്ത്ര തുടർച്ചയാണ്. എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിനെ പ്രതിനിധീകരിക്കുന്ന തത്വങ്ങൾക്ക്, അത് ഭരിക്കുന്ന ആളുകൾക്ക് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള പിൻബലുണ്ട്. അതിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ 1923 സവർക്കർ ഹിന്ദുത്വം എഴുതി. 1925 ആകുമ്പോഴേക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ ഒരു ഫാസിസ്റ്റ് സംഘടന എന്നുള്ള നിലയ്ക്കുള്ള RSS രൂപീകരിക്കുന്നു. അതിനുശേഷം ഹിന്ദു മഹാസഭ അതിനു മുമ്പ് തന്നെയുണ്ട്. ഈ ഹിന്ദു മഹാസഭയും RSSും സവിശേഷമായ രീതിയിൽ യോജിച്ചുകൊണ്ട് ഹിന്ദു മഹാസഭ RSSന്റെ ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള രാഷ്ട്രീയ മുഖമായിട്ട് ആദ്യം വർദ്ധിക്കുന്നു. അതിനുശേഷം 50-51 എത്തുമ്പോഴേക്കും ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന ഹിന്ദു മഹാസഭ നിലനിൽക്കെ തന്നെ ഭാരതീയ ജനസംഘ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ കുംഭമേളയും മകമൊക്കെ നടത്തിയ ഈ ജൂനാഗാഡ സന്യാസിമാരുടെ ഈ രാമരാജ്യ പരിഷത്ത് എന്ന് പറയുന്ന കർപ്പത്രി മഹാരാജിന്റെ നേതൃത്വത്തിലുള്ള രാമരാജ്യ പരിഷത്ത് എന്ന് പറയുന്ന ഒരുതരം സനാതന പാർട്ടി ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഇതെല്ലാം ചേർന്നിട്ട് അടിയന്തരാവസ്ഥ കഴിയുമ്പോഴേക്കും ജനതാ പാർട്ടിയായിട്ട് യോജിക്കുന്നു. 1980 ആയപ്പോഴേക്കും BJP ആയിട്ട് അത് പുറത്തു വരുന്നു. അതേപടി പുറത്തു വരുന്നു. ഇങ്ങനെ ഒരു ചരിത്രം ഇന്നത്തെ ഗവൺമെന്റിന് പിന്നിലുണ്ട്. അപ്പൊ ഇത് ഓരോ ഘട്ടത്തിലും ഇത് ഭരണഘടനയോട് എടുത്ത സമീപനം എന്താണ് എന്ന് പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ഈ തരത്തില് ഈ ഇന്ത്യൻ ഭരണഘടനയെ ഏതൊക്കെ തരത്തിലാണ് അട്ടിമറിക്കുന്നത്, ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ അർത്ഥം നശിപ്പിക്കുന്നത്, ഏതൊക്കെ തരത്തിലാണ് അതിനെ നിർവീര്യമാക്കുന്നത് എന്ന കാര്യം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതിൽ നമ്മൾ ആദ്യമായി നമ്മുടെ മുന്നിലുള്ള ഒരു ചരിത്രരേഖ എന്ന് പറയുന്നത് 1948 ജനുവരി 30 ഗാന്ധി കൊല്ലപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി 3-4 തീയതി 1948 ഫെബ്രുവരി 3-4 തീയതികളായപ്പോഴേക്കും ഡൽഹിയിലും മറ്റെല്ലാ സ്റ്റേറ്റുകളിലും RSS നിരോധിക്കപ്പെട്ടു. RSSന്റെ അതിനുള്ള പങ്ക് അല്ലെങ്കിൽ ഗാന്ധി വധത്തിലേക്ക് നയിച്ച പങ്കിനെ മുൻനിർത്തിയിട്ട് RSSനെ നിരോധിച്ചു. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി പോയിക്കൊണ്ടിരിക്കുകയാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ അസംബ്ലി അതിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ടില്ല, പക്ഷെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അതിൻ്റെ അന്തിമ ദശയിൽ ഇരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ RSSനെ നിരോധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന വെച്ചല്ല. ഇന്ത്യൻ ഭരണഘടന അന്ന് വന്നിട്ടില്ല. ഇപ്പം RSSനെ നിരോധിച്ചപ്പോൾ RSS ഈ നിരോധനം പിൻവലിക്കാനായി
പലതരത്തിൽ ഇടപെടുന്നുണ്ട്. ഇത് സാധാരണ നിരോധനമായിരുന്നില്ല, ചെറിയ ഒരു കാലത്തേക്കൊന്നല്ല. ഏതാണ്ട് 49 ജൂലൈ വരെ 48 ഫെബ്രുവരി മുതൽ 1.5 വർഷം നിരോധിക്കപ്പെട്ട സംഘടനയാണ് RSS എന്ന് ഇന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? മാത്രമല്ല, ഇതെന്തിനാണ് നിരോധിച്ചത്? ഗാന്ധിയെ പോലുള്ള ഒരാളെ കൊന്നതിൻ്റെ പേരിലാണ്. മാത്രമല്ല, അതിൻ്റെ ആ ഡ്യൂ കോഴ്സ്, ഈ നിരോധനം പിൻവലിച്ചതിൻ്റെ ആ ഡ്യൂ കോഴ്സിലെ കത്തിടപാടുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഇതിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവവും ഇത് ഇന്ത്യ എന്ന് വിളിക്കുന്ന ഒരു നേഷൻ സ്റ്റേറ്റിനോടടുത്ത സമീപനവും അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തോട് അതെങ്ങനെയാണ് പ്രതിപ്രവർത്തിച്ചതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പിടികിട്ടും. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. ഇപ്പം ഈ RSSനെ നിരോധിച്ചപ്പോൾ RSSന്റെ നിരോധനം ആദ്യം പട്ടേലാണ് ഇറക്കുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് നിരോധിച്ചതെന്ന് പറഞ്ഞിരുന്നു. RSS അതിനെ ആ നിരോധനം പിൻവലിക്കാൻ വേണ്ടി പല തരത്തിൽ ശ്രമിക്കുന്നുണ്ട്. ഗോൾവാൾക്കർ ജയിലിൽ നിന്ന് നാഗ്പൂരിൽ ജയിലിൽ കിടന്നു, അത് കഴിഞ്ഞ് പുറത്തായി. പക്ഷെ നാഗ്പൂർ വിട്ടു പോകാൻ പാടില്ല, സ്പെഷ്യൽ സാങ്ഷനൊക്കെ മജിസ്ട്രേറ്റിൻ്റെ നിന്ന് മേടിച്ചിട്ടാണ് പട്ടേലിനെ കാണാനെത്തുന്നത്. പട്ടേൽ നെഹ്റു നേരിട്ട് കാണാൻ അനുവദിച്ചിട്ടേ ഇല്ല. നെഹ്റു ഒരു കാലത്തും ഈ ഗോൾവാൾക്കറെ ആകെ കണ്ടിട്ടുള്ള പ്രധാനമന്ത്രിയായിട്ട് 10 മിനിറ്റോ മറ്റോ ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു വായനയാണ്. ചില മിനിറ്റുകളുടെ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടാവുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയ വ്യത്യാസം ഉണ്ടാവാൻ വഴിയില്ല. പട്ടേലാണ് ആഭ്യന്തരമന്ത്രി. അപ്പോൾ പട്ടേലിനെ കണ്ട് സംസാരിക്കുന്നുണ്ട്. പട്ടേൽ ഈ കാര്യങ്ങൾ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് അന്ന് പ്രധാനമന്ത്രി നെഹ്റുവിന് എഴുതുന്നുണ്ട്. അന്ന് ഈ കറസ്പോണ്ടൻസ് മുഴുവൻ എഴുതുന്ന കത്തുകളായതിനാൽ നമുക്ക് NMML പോയാലോ അല്ലെങ്കിൽ ഡൽഹിയിൽ ആർക്കൈവ്സിൽ പോയാലോ ഇന്നും അതേപടി അതവിടെയൊക്കെ ഉണ്ട്. എത്ര നാളെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൽ RSSനോട് അവസാനം ആവശ്യപ്പെടുന്നത് നെഹ്റുവിന് ഒരു കാര്യത്തിൽ മാത്രമേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം സ്വതന്ത്രമായി വന്നിട്ടേ ഉള്ളൂ. അപ്പം തന്നെ നിരോധനം എന്ന് പറയുന്ന ഒരു ആശയം വന്നു കഴിഞ്ഞാൽ അത് ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരാശയവും ഈ പറയുന്ന നിരോധനവും തമ്മിൽ ഒരു സംഘർഷം ആഗോളതലത്തിൽ അത് രൂപപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ നെഹ്റു ഭയപ്പെട്ടിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ചെറിയ കുട്ടികളാണ് അന്ന് RSSൽ എന്ന് പറഞ്ഞാൽ യുവാക്കളാണെന്ന് പ്രവർത്തിച്ചിരുന്നത്. അപ്പം ജയിലിലിടുന്ന മുഴുവൻ യുവാക്കളെയാണ്. അപ്പം അതുകൊണ്ട് യുവത്വത്തിന്, ഒരു ഇന്ത്യൻ യുവത്വത്തിന്, മാറാൻ സാധ്യതയുള്ള ഒരു ഇന്ത്യൻ യുവത്വത്തിന് ഫാസിസ്റ്റുകളായിട്ട് മുദ്ര കുത്തി ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാവി മുഴുവൻ ഫാസിസത്തിലാവുമെന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് നെഹ്റു ആ കാര്യത്തിൽ മാത്രമേ നെഹ്റു ചഞ്ചലപ്പെട്ടിരുന്നുള്ളൂ. പക്ഷേ RSS കത്തുമായിട്ട് വരുമ്പോൾ നെഹ്റു അതുകൊണ്ട് നിരോധനം പിൻവലിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനമായ 2 കാര്യം പറയുന്നത്, ഒന്ന് ഭരണഘടന നിങ്ങൾ അംഗീകരിക്കണം, വരാൻ പോകുന്ന ഭരണഘടന നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അവർ അംഗീകരിച്ചിരുന്നില്ല എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം, ത്രിവർണ്ണ പതാക നിങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയ പതാകയെ അവർ അംഗീകരിച്ചിരുന്നില്ല. അവർ ജെറുവ ഫ്ലാഗ് ആയിരുന്നു, കാവിക്കൊടിയായിരുന്നു അവർ മുന്നോട്ട് വെച്ചിരുന്നത്, ഭരണഘടനയായിരുന്നില്ല. ഇവിടെ KN ഒക്കെ പറഞ്ഞ പോലെ മനുസ്മൃതി, സ്മൃതി, ശ്രുതി, പുരാണോക്തമായ ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ അവർ നിസ്സഹകരണം പ്രഖ്യാപിച്ച് ഇരിക്കുകയായിരുന്നു. ഭരണഘടനാ അസംബ്ലിയോടും ഇന്ത്യൻ നാഷൻ സ്റ്റേറ്റിനോടും അവർ നിസ്സഹകരണം പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഈ രേഖയെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവർ ഭരണഘടനയെ അംഗീകരിച്ചിരുന്നില്ല. ഇനി നമ്മൾ ചാടി പോവാം, 2 മിനിറ്റും കൂടി എടുക്കട്ടെ. ഇത് വലിയ പ്രോസസ്സാണ്. നമ്മൾ 1951 ഇവർ ഭാരതീയ ജനസംഘം ഉണ്ടാക്കി. ജനസംഘം ഉണ്ടാക്കാൻ ഒരു കാരണമുണ്ട്. ഈ ഹിന്ദു മഹാസഭ ഈ ഗാന്ധിവാദത്തിൽ ഡയറക്റ്റായിട്ട് ഏർപ്പെട്ടതോടെ അവർ വലിയ അൺപോപ്പുലറായിട്ട് മാറുകയുണ്ടായി. സവർക്കർക്ക് 1ാമത്തെ ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല. എന്ന് പറഞ്ഞാൽ മത്സരിച്ച് തോൽക്കല്ല, നിങ്ങളത് മനസ്സിലാക്കണം. സവർക്കർക്ക് 50-51 ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റിയില്ല. മത്സരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നെഹ്റുവും ലിയാഖത്ത് ഖാനും തമ്മിൽ, അന്നത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും തമ്മിൽ ഒരു പാക്ട് ഉണ്ടാക്കി, സന്ധി ഉണ്ടാക്കി. ഈ 2 രാജ്യങ്ങളുടെയും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ആ തത്വത്തെ മുൻനിർത്തിയിട്ടാണ് പാകിസ്ഥാനിലെ ലിയാഖത്ത് അലിയും ജവഹർലാൽ നെഹ്റുവും തമ്മിൽ ഒരു സന്ധി ചെയ്യുന്നത്. ഈ സന്ധിയെ ടോർപ്പിഡോ ചെയ്യാൻ വേണ്ടിയിട്ട് സവർക്കറും കൂട്ടരും വളരെ വലിയ തരത്തിൽ പരിശ്രമിച്ചു. അപ്പോൾ ഈ സന്ധിക്ക് വേണ്ടി ലിയാഖത്ത് ഖാൻ ഇന്ത്യയിൽ വരുമ്പോൾ ഈ ആ സന്ധി സംഭാഷണം നടക്കുന്നതിൽ ഇവർ പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ സവർക്കറെ പിടിച്ച് കരുതൽ തടങ്കിലിട്ടു, ഡെറ്റിന്യൂ ആക്കി വെച്ചു.
ഈ സവർക്കർ എന്ത് ജയിലിൽ പോയാലും നിങ്ങൾ ഇപ്പം ഈ ബ്രിട്ടീഷുകാരോടുള്ള മാപ്പ് മാത്രമേ നിങ്ങൾ വലിയ പ്രസിദ്ധി കിട്ടിട്ടുള്ളൂ. എപ്പോഴൊക്കെ സവർക്കർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് അന്നൊക്കെ കത്തെഴുതിയിട്ടുണ്ട്. ഗാന്ധി വധത്തിൽ പിടിയിലായപ്പോൾ കത്തെഴുതിയിട്ടുണ്ട്, ബ്രിട്ടീഷുകാരുടെ പിടിയിലായപ്പോൾ കത്തെഴുതിയിട്ടുണ്ട്, ഈ ഡെറ്റിന്യൂ ആയിട്ട് അകത്ത് പോയപ്പോഴും കത്തെഴുതിയിട്ടുണ്ട്. ഈ കത്തിൻ്റെ ഒക്കെ അവസാനത്തെ വാചകം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിൽ തീർപ്പുണ്ടാവുന്നവരെ, അല്ലെങ്കിൽ ഞാൻ മാപ്പപേക്ഷിക്കുന്നു, ഇനി നിങ്ങൾ ആവശ്യപ്പെടുന്നവരെ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം മാറ്റിവെക്കാം എന്നാണ് എല്ലാ കത്തിൻ്റെയും അടിയിലുള്ളത്. അത് ബ്രിട്ടീഷുകാരോടും പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. ഈ സമയത്തും അങ്ങനെ പറഞ്ഞു. ഈ സമയത്ത് അങ്ങനെ പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു എന്നാൽ ശരി നിങ്ങൾ തന്നെ എഴുതി തന്നോ. കോടതി പറഞ്ഞു നിങ്ങൾക്ക് ജാമ്യം തരാം, പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളുടെ കണ്ടീഷൻ എഴുതിക്കോ, നിങ്ങളല്ലേ പറഞ്ഞത് രാഷ്ട്രീയം ഉപേക്ഷിക്കാം. അപ്പോൾ പറഞ്ഞ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് സ്വയം എഴുതി കൊടുത്തിട്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ പറ്റാതെ പോയ ഒരാളാണ് സവർക്കർ എന്ന് ഓർക്കണം. അതേ ദാദറിൽ അന്ന് മത്സരിക്കുന്ന അംബേദ്കറുമാണ്, അതും നിങ്ങൾ ഓർക്കണം. നമ്മുടെ വിഷയം അതല്ലാത്തോണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അപ്പം ഈ 51 ഈ ഹിന്ദു മഹാസഭ തുടർന്നാൽ അത് ആൾക്കാർ മുഴുവൻ ജനവിരുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നുള്ള പേടി കൊണ്ട് RSS ശ്യാമപ്രസാദ് മുഖർജിയെ മുൻനിർത്തിയിട്ട് പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കുകയാണ്. ആ പ്രസ്ഥാനം ഉണ്ടാക്കുമ്പോൾ അവരാദ്യം പറയുന്നത് ഹിന്ദു എന്നുള്ള പേര് അതിൽ പാടില്ല, കാരണം ആൾക്കാർ തല്ലിക്കൊല്ലും. അവിടെ സവർക്കറുടെ വീട് ആക്രമിച്ചു. RSS നാഗ്പൂർ ഈ ഗാന്ധി വധത്തിന് ശേഷം RSSന്റെ കാര്യാലയ ആളുകൾ തല്ലി തകർത്തു, ഗോൾവാൾക്കർ വീട് തല്ലി തകർത്തു. അപ്പൊ അത്രയും അൺപോപ്പുലർ ആയിട്ട് നിൽക്കുമ്പോൾ ഈ ഹിന്ദു എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അവര് ഭാരതീയ ജനസംഘം എന്ന് പറയുന്ന ഒരു പേരിലാണ് വരുന്നത്. ഈ ജനസംഘിന്റെ ആദ്യത്തെ മാനിഫെസ്റ്റോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വരുന്ന വാദമാണ് വൺ കൺട്രി വൺ നാഷൻ എന്ന് പറയുന്ന, വൺ ലാംഗ്വേജ് എന്നൊക്കെ പറയുന്ന, ആ ഒരു രാജ്യം ഒരു ജനത ഒരു ഭാഷ എന്ന് പറയുന്ന ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു വലിയ മറ്റൊരു തരത്തിലുള്ള ഒരു പോളിസിയാണ് അവർ ഈ 51 മാനിഫെസ്റ്റോയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. തുടർച്ചയായിട്ട് 70s വരെ 72 വരെയുള്ള ഈ പറയുന്ന ഈ മാനിഫെസ്റ്റോ നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയൊക്കെ ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാമോ അതൊക്കെ ഈ പറയുന്ന ഈ ഭരണഘടന ഇവരുടെ ഭാരതീയ ജനസംഘിൻ്റെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെ പ്രാവർത്തികവൽക്കരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ മോഡി ചെയ്തത്. മോഡി 370-ാം വകുപ്പ് എടുത്തു കളയുന്നത്, അല്ലെങ്കിൽ CAA കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടനാപരമായ അട്ടിമറികൾ മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ മോഡി കൊണ്ടുവരുന്നതല്ല. അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും ഹിന്ദുത്വ കക്ഷികളുടെയും തുടർച്ചയായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ഒരു വീക്ഷണത്തിൻ്റെ തുടർച്ചയാണ്, പ്രത്യയശാസ്ത്ര തുടർച്ചയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനെ കണ്ടാൽ മാത്രമേ ഇന്ത്യയിലൊരു ഫാസിസം എങ്ങനെ പ്രവർത്തിക്കുന്നു, അതെങ്ങനെയാണ് ഒരു തരത്തിൽ, ഒരു പ്രത്യേക തരത്തിൽ ജനതയെ കീഴ്പ്പെടുത്തുന്നത്, ഒരു സമൂഹം അതിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത്, അതെങ്ങനെയാണ് ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെ അത് ഒരു അലങ്കാരമാക്കി മാറ്റിക്കൊണ്ട്, ഒരു ഇൻറ്റീരിയർ ഡെക്കറേഷനാക്കി മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ഈ രാജ്യത്തെ തന്നെ അട്ടിമറിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിശോധന അനിവാര്യമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.